മോളെ വാ, നമുക്ക് അമ്പലത്തിലൊന്ന് കയറിട്ട് പോവാം. എന്തിനാ മമ്മി ഏത് നേരത്തെ ഈ അമ്പലവും പൂജയും വഴിപാടും ഒക്കെ? ഇന്ന് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇന്ന് നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമല്ലേ? എല്ലാ അർത്ഥത്തിലും മോളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്ന ദിവസമല്ലേ? അതിനൊക്കെ ദൈവങ്ങളോടല്ലാതെ പിന്നെ ആരോടാ നന്ദി പറയണ്ടേ? മോളുടെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് തീർന്നു പോട്ടെ. വയറുന്നു. സിനി, ആ വഴിപാട് കൗണ്ടറിൽ പോയിട്ട് മോളുടെ പേരിൽ എല്ലാ വഴിപാടുകളും ചെയ്യണം. ശരി മാം. മമ്മിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഉണ്ടാവില്ലേ പിന്നെ? എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇന്ന് നടന്നു കിട്ടിയത്. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം സന്തോഷത്തിലായിരിക്കും. രണ്ടുപേരുടെയും ഉദ്ദേശിച്ചത് കൃഷ്ണയുടെ കൂടിയാണോ? ഞാൻ പറഞ്ഞില്ലേ മോളെ, അത് വിട്ടേക്ക് നീ. ഇനി നീ നിന്റെ ജീവിതത്തെ കുറിച്ച് മാത്രം ചിന്തിക്കും. നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള എല്ലാ വഴിപാടും ചെയ്തിട്ടുണ്ട് മാം. നന്നായി. എന്റെ മോളുടെ മനസ്സിലെ എല്ലാ പേടിയും മാറട്ടെ. എന്റെ മനസ്സിലെ ഏറ്റവും വലിയ പേടി ഒരു വിഷപ്പാമ്പിനെ കുറിച്ചായിരുന്നു. അതൊഴിഞ്ഞു പോയല്ലോ. ഇനിയിപ്പൊ എനിക്ക് ധൈര്യായി. കൃഷ്ണയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ച എവിടേക്കെങ്കിലും ഒരിക്കലും തിരിച്ചു വരാത്ത ദൂരത്തേക്ക് പോവട്ടെ. നാശം. മോളെ, ഒരു ക്ഷേത്രനട ഏത്? ഇവിടുന്ന് അങ്ങോട്ടൊന്നും പറഞ്ഞൂടാ. ഇനിയിപ്പോ അവളെ ചീത്ത പറയണെങ്കില് എവിടെയെങ്കിലും റൂം എടുത്ത് അടച്ചിരുന്ന് വിളിക്കാം. മോള് വന്നേ, നമുക്ക് അവിടെ എല്ലാം തൊഴുതിട്ട് വരാം. ഞാനിവിടെ നിന്നോളാം മമ്മി. മമ്മി പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വാ. എന്നാ പൂജാരിയുടെ അടുത്തുനിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. ഇവിടുന്ന് എങ്ങും പോയേക്കരുത്. സിനി,